ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ എത്തിയിട്ടോ. ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇത് വിഷുവിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലേന്, അതിനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ആ വീഡിയോ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ വിഷുവിൻ്റെ അന്ന് ഞാനും അനീഷേട്ടനും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഫറോക്കിൽ അനീഷേട്ടൻ്റെ നാട്ടിലെത്തിയപ്പോൾ അതാ മുല്ലപ്പൂ വേണം എന്ന് പറഞ്ഞപ്പോൾ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ നല്ല അടിപൊളി മുല്ലപ്പൂവാണ്. 2 ഐറ്റംസ് മുല്ല ഉണ്ട്, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതൊന്ന് കുറച്ച് മുല്ല വാങ്ങി നന്ദുമോൾക്ക് കുറച്ച് വാങ്ങിയിട്ട് ഞാൻ ബാഗിലിട്ടിന് കേട്ടോ, കടലാസിൽ പൊതിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വന്നത് ചെറുവണ്ണൂരാണ്. ചെറുവണ്ണൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് വന്നത്. അപ്പം ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഈ അമ്പലത്തിന് ഞങ്ങളിങ്ങോട്ട് വരാനുണ്ടായ ഒരു കാരണം, 2-3 ദിവസം മുന്നേ അനീഷേട്ടൻ പറഞ്ഞു വിഷുവിൻ്റെ അന്ന് നമുക്ക് സുബ്രഹ്മണ്യൻ്റെ അവിടെയുള്ള അമ്പലത്തിൽ പോവാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനത്ര ദൂരമുള്ള അമ്പലത്തിൽ പോകണമെന്ന്. കാരണം ഒരു 1/4 മണിക്കൂർ 20 മിനിറ്റിൻ്റെ യാത്ര എന്തായാലും ഇങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ. അപ്പം ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും പോവാമെന്ന്. അതിനൊരു കാരണം ഉണ്ട് കേട്ടോ. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ അമ്പലമാണ് ഇത്. അപ്പോൾ ഒരു 20 വർഷം ആയല്ലോ ഞങ്ങളിവിടെ വന്നു പോയിട്ട്. അപ്പം ചേട്ടൻ പറഞ്ഞു നമുക്ക് വിഷുവിന് എന്തായാലും അവിടെ തന്നെ ഒന്ന് പോവാം, കുറേ ആയല്ലോ പോയിട്ട് എന്നുള്ളത്. അപ്പം ഇവിടെ നിന്നിട്ടാണ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞത്. അപ്പം ഒരു 2005 മാർച്ച് 13-നാണ് ഞങ്ങളെ കല്യാണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ വന്ന വരവാണ് ഞങ്ങൾ രണ്ടാളും. അപ്പോൾ ഞാൻ അമ്പലമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ്. അപ്പം അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, വിഷു കഴിഞ്ഞിട്ടാണെന്നാണ് തോന്നുന്നത് ഡേറ്റൊക്കെ. അപ്പോൾ അവിടെ നല്ല തായമ്പകമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ സൗണ്ടൊന്നും ഞാൻ ഉൾപ്പെടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും 7 മണീൻ്റെ അടുത്തായിട്ടേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയാണ് കേട്ടോ. അപ്പം ചേട്ടൻ പറഞ്ഞു നമുക്ക് നേരത്തെ പോകണം, 8 മണി 9 മണി ഒന്നും ആവാൻ കാത്തു നിൽക്കണ്ട, വേഗം എഴുന്നേറ്റ് കുളിയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് തലേന്നേ ഞങ്ങളിങ്ങനെ പ്ലാൻ ഇട്ടിട്ടോ അവിടെ തന്നെ പോകാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പോവാണ്. നന്ദുമോളെ വിളിച്ചപ്പം പറഞ്ഞു ഞാനില്ലയെന്ന്. ഓളെ സ്നേഹിതികളെ കൂടെ ഞങ്ങളെ മണ്ണൂർ അമ്പലത്തിൽ പോകണം. അബിയും പറഞ്ഞു ഞാൻ ഇല്ല, ഞാൻ മണ്ണൂർ അമ്പലത്തിൽ ഓലെ സ്നേഹിതന്മാരെ കൂടെ ഓർക്കും പോകണം. അപ്പോൾ ഓരങ്ങനെ പോവട്ടെ വിചാരിച്ച് ഞങ്ങൾ രണ്ടാൾക്കും പോവാൻ, ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും എവിടേക്കും പോകുന്നു കേട്ടോ. അപ്പോൾ അതാ കണിയൊക്കെ ഒരുക്കിന്. അപ്പോൾ എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ. സുബ്രഹ്മണ്യ സ്വാമി ഉണ്ട്, കൃഷ്ണൻ ഉണ്ട്, ഗണപതി ഉണ്ട്. അങ്ങനെ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഐശ്വര്യത്തോടു കൂടി കണി കാണാൻ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അനീഷേട്ടൻ ഇങ്ങനെ തൊഴുതിട്ട് ഒന്ന് വലം വെക്കുകയാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ചുറ്റും. അപ്പോൾ ഞാൻ നമ്പൂതിരിനോട് ചോദിച്ചിട്ടോ വീഡിയോ എടുക്കട്ടെ എന്ന്. അപ്പോൾ നമ്പൂതിരി പറഞ്ഞു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് എടുക്കണ്ടെന്നേ ഉള്ളൂ, പുറമെ എടുക്കണതിനൊണ്ടൊന്നും കുഴപ്പമില്ല പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് വിഷു കഴിഞ്ഞേട്ടം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ നമ്പ്യാർ വട്ടം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതാട്ടോ നല്ല മണ്ഡപമൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ഇത് കണ്ടപ്പം നമ്മളെ പണ്ടത്തെ ഓർമ്മയാണ് കേട്ടോ. ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്നും കൂടി വിചാരിച്ചതാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടോ. അപ്പം വീഡിയോ എടുക്കാനൊരു ചമ്മലായി തുടങ്ങി. എന്നാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് കണ്ണടച്ച് അങ്ങോട്ടൊരു വീഡിയോ എടുത്തത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് തൊഴുത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇറങ്ങുകയാണ്. പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിച്ചിന് കേട്ടോ. അപ്പോൾ നമ്മളെ വിഷുക്കോടി എങ്ങനെ ഉണ്ടെന്നും കൂടി ഒന്ന് പറയണേ. അപ്പം ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്ന് പറയണം. അനീഷേട്ടൻ്റെ ഷർട്ടും മുണ്ടും എൻ്റെ ടോപ്പും ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊരു അഭിപ്രായം പറയണം, ഇഷ്ടപ്പെട്ടാൽ മാത്രം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടതാ നേരെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഇറച്ചി വാങ്ങണമല്ലോ. അപ്പോൾ ഇവിടെ അടുത്ത് കോഴിപ്പീടി ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് പോവാം, ഇനി മണ്ണൂർ വളവിലെത്തിയാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ അത് അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ വണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ചിക്കൻ സ്റ്റാളുണ്ട്. അപ്പോൾ ഇത് കോയാസിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഇങ്ങോട്ട് പോകുന്നതാണ്. ചെറുവണ്ണൂരിൽ നിന്നും പോന്നിട്ട് TPൻ്റെ അവിടെയെന്ന് പറയും ഇവിടേക്ക്. അപ്പോൾ അനീഷേട്ടൻ ചിക്കൻ വാങ്ങാൻ പോയി, ഞാൻ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന്. അങ്ങനെ അനീഷേട്ടൻ അവിടെ നിന്ന് പോന്നിട്ടോ. ചിക്കനൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പൊറോട്ട വാങ്ങാൻ വിചാരിച്ചു. കാരണം രാവിലെ ചായൻ്റെ കടി ഇനി പോയിട്ട് ഉണ്ടാക്കാൻ നേരമില്ലാന്ന് ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ചേട്ടൻ ഇവിടുന്ന് 2 കോഫിയും വാങ്ങി 2 ഉഴുന്നുവടയും വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഉഴുന്നുവട വാങ്ങി, അനീഷേട്ടൻ വേറെ എന്തോ വാങ്ങുന്നുണ്ട്. അപ്പം കോഫി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചപ്പാത്തി കമ്പനിയാണത്. ഞങ്ങളെ വീട്ടിൻ്റെ അവിടേക്ക് പോണ വഴിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു സിമ്പിളായിട്ടൊരു ചായയൊക്കെ കുടിച്ച് പിന്നെ മക്കൾക്കൊക്കെ പൊറോട്ടയും വാങ്ങി, 2 കറി വാങ്ങി. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. എല്ലാ സാധനവും പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചപ്പാത്തി കമ്പനി ഇവിടെ ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ തിരക്കുണ്ട് കേട്ടോ രാവിലെ തന്നെ. കാരണം ഇന്ന് എല്ലാവരും അമ്പലത്തിൽ പോകലും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും കണക്ക് തന്നെയായിരിക്കും കേട്ടോ. അപ്പം വിഷു ആയിട്ടും എന്താ നിങ്ങൾ പുറമേ നിന്ന് തിന്നണത് എന്ന് വിചാരിക്കേണ്ട. ഇനി വീട്ടിൽ പോയിട്ട് ചായക്കടിയും കാര്യങ്ങളും ഉണ്ടാക്കുമ്പോഴേക്ക് നമ്മളെ ചോറും കറി ഉണ്ടാക്കാനുള്ള നേരം പോകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അതത്ര വലിയൊരു കാര്യമൊന്നും അല്ലല്ലോ അല്ലേ. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ മീൻകാരൻ്റെ അടുത്തൊന്ന് കയറി. ഞങ്ങൾ എന്നും മീൻ വാങ്ങണ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറിയപ്പം എന്താ മീൻ എന്നൊന്ന് നോക്കിയതാട്ടോ.
അപ്പം പല ഐറ്റംസ് മീനും ഉണ്ടെന്ന് സ്രാവ്, തെരണ്ടി, സൂത, എന്താ പറയുക, അങ്ങനെ എന്തൊക്കെയോ മീനുകളുണ്ട് കേട്ടോ. ഏട്ട മീനുണ്ട്, അങ്ങനെ പല ഐറ്റംസ്. ഇതാ നല്ല വലിയ ഏട്ടമീനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതാ വാങ്ങുക എന്നുള്ള കൺഫ്യൂഷനില്ല. പക്ഷേ ഇതൊന്നും ഞാൻ കൂട്ടൂല. അപ്പോൾ അനുചേട്ടൻ പറയാം നമുക്ക് കുറച്ച് സൂത കഷ്ണം വാങ്ങാം, അത് പൊരിക്കാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അമ്മയും കൂട്ടൂല അത്. അപ്പോൾ ചിക്കനും വാങ്ങിയല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഞാൻ ഒരു ചെറിയ ഭക്ഷണമാണ് കേട്ടോ ഒരുക്കിയത്. ഒരു ചോറുണ്ടാക്കി, ഒരു ചിക്കൻ കറി ഉണ്ടാക്കി, ഉപ്പേരി, പപ്പടം, തൈര്. ഞങ്ങൾ ചെറുതായിട്ടേ ആഘോഷിച്ചിട്ടുള്ളൂ കേട്ടോ വിഷു. അപ്പോൾ ഇങ്ങനെയും വിഷു ആഘോഷിക്കാമല്ലോ അല്ലേ. എല്ലാം ആർഭാടമായിട്ട് ഉണ്ടാക്കിയിട്ട് മാത്രമല്ലല്ലോ വിഷു ആഘോഷിക്കുക. അപ്പം ഞങ്ങൾ സിമ്പിളായിട്ട് ആഘോഷിച്ചതാണ്. കാരണം ഞങ്ങൾ വൈകുന്നേരം അനീഷേട്ടൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ആഘോഷിച്ചതെന്ന് മാത്രം. അപ്പോൾ ചേച്ചിയും മക്കളും അനീഷേട്ടൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവർ നേരെ വന്നത് ഞങ്ങളെ വീട്ടിലേക്ക് കേട്ടോ. അപ്പം വരുമ്പം നല്ല സന്തോഷമായിട്ടോ. ഒരു നേരെ അങ്ങോട്ടേക്ക് വന്നതാണ്. ഇനി ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞ് അവർ അങ്ങോട്ടേക്ക് പോകും. ഈ ഒരു സമയത്തിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളെ വണ്ടി പാച്ചായത് കേട്ടോ. സത്യത്തിലും അത് വല്ലാത്തൊരു കഥയായിപ്പോയി. അപ്പോൾ ഇവർ വന്ന് കയറുമ്പോൾ തന്നെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ പറയണം ആൻറ്റി വീഡിയോ എടുക്കല്ലേ. കാരണം അവർ ഒരുപാട് ദൂരെ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ക്ഷീണം കുഴക്കുകയാണ് കേട്ടോ. അപ്പോൾ വന്നതന്നെ സംഭവം ഞങ്ങൾക്ക് ഡ്രസ്സായിട്ട് വന്നതാണ്. അപ്പം അതൊക്കെ എടുക്കണ തിരക്കിലാണ് കേട്ടോ ഇവിടെ ആൾ. അപ്പം പറയുന്നുണ്ട് ആൻറ്റിക്കൊരു മാക്സി, സാന്താമ്മയ്ക്കൊരു മാക്സി, മാമനൊരു മുണ്ട്, ഇതൊക്കെ ആയിട്ടാണ് അവർ വന്നതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിട്ടോ. ഓള് പണിക്ക് പോകുന്നുണ്ട്. മിന്നുമോളാണ് ഈ കറുപ്പ് ഡ്രസ്സ് ഇട്ട ആളാട്ടോ. ഓളെ കല്യാണമാണ് ഉള്ളത്. ഓളെ അനിയത്തിയാണ് അതാ പച്ച ഡ്രസ്സ് ഇട്ടിട്ടുള്ള അച്ചു. അപ്പോൾ അതാ അമ്മയ്ക്ക് മാക്സി കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഓളെ. അപ്പോൾ അമ്മൻ്റെ കാലൊക്കെ തൊട്ട് നെറുവിൽ വെക്കുക കേട്ടോ. പാവാണ്, ഭയങ്കര സ്നേഹമാണ് ആൾക്ക്. മാമന് ആൻറ്റി ശാന്തമ്മ എന്നൊക്കെ പറഞ്ഞ അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചേച്ചി വരുമ്പോൾ കുറച്ച് പായസം കൊണ്ടുവന്നതാണ് അബീൻ്റെ കയ്യിലിട്ടാ. അപ്പോൾ അനീഷേട്ടനും മുണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അനീഷേട്ടൻ്റെ കാലൊക്കെ തൊട്ട് നെറുവ് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞ് ചിരിക്കാട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ അനീഷേട്ടൻ അവൾക്കൊരു ഉമ്മൊക്കെ കൊടുത്ത് അങ്ങനെ മാമനും മോളും ഭയങ്കര സ്നേഹബന്ധത്തിലാണ്. അപ്പോൾ അത് ചോറും കറി എടുക്കുകയാണ്. തിരയാണ് കേട്ടോ ആൾ വന്നിട്ട്. വിശപ്പുണ്ടാവും കാരണം കുറേ നേരം വൈകിയില്ല ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ചോറും കറിയൊക്കെ എടുത്തു ഓരെന്നെ തിന്നു കേട്ടോ. ആൻറ്റി എടുത്തു തരണ്ട ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദൈവലെ രണ്ടാളെയും ബസ് സ്റ്റോപ്പിലേക്ക് ആക്കാൻ പോകുമ്പോഴാണ് വണ്ടിക്ക് പണി കിട്ടിയത് കേട്ടോ. അപ്പോൾ അബിയാണല്ലോ ഡ്രൈവർ. ഇവരെ ബസ് സ്റ്റോപ്പിലാക്കി വന്നിട്ട് വേണം ചേച്ചീനെയും കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ ആ പോക്കിൽ ഞങ്ങളെ വണ്ടി കേടായിട്ട് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ല കേട്ടോ അന്ന് വൈകുന്നേരത്തിന്. അപ്പോൾ ഇനി ചേച്ചിയും കൂടി പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.